നമസ്കാരം. ഗ്രാമീണ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്കാണ് ആദ്യം. പുള്ള് മനക്കൊടി പാടത്ത് മധ്യവയസ്കനെ വെള്ളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മണലൂർ രാമൻ കായൽ നവീകരണത്തിന്റെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് പഞ്ചായത്തിന് കൈമാറി. പെരിഞ്ഞനത്ത് കാർ മോഷ്ടിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ട ഡുഡു ഇജാസ് പിടിയിൽ. വാർത്തകളിലേക്ക് വിശദമായി. പുള്ള് മനക്കൊടി പാടത്ത് മധ്യവയസ്കനെ വെള്ളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കേ പുള്ള് പാലത്തിന് പടിഞ്ഞാറ് അന്തിക്കാട് പടവിന് സമീപം KLDC കനാലിൽ ബണ്ടിനോട് ചേർന്ന് വെള്ളത്തിൽ വീണുകിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ പൂത്തോൾ മാടമ്പി ലൈനിൽ തടത്തിൽ വീട്ടിൽ 62 വയസ്സുള്ള ഷാജി എന്നയാളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്നാണ് ആളെ തിരിച്ചറിയാൻ സാധിച്ചത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് നാട്ടികയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അതിജീവിതയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പീഡിപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പാലക്കാട് അമ്പലപ്പാറ കടമ്പൂർ സ്വദേശി 24 വയസ്സുള്ള കല്ലിങ്ങൽ വീട്ടിൽ നിതിൻ ഗോകുലാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇരിഞ്ഞാലക്കുട DYSP ഷാജു CL, ASI പ്രസാദ്, GS CPOമാരായ ES ജീവൻ, ഉമേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കേരള കർഷക തൊഴിലാളി യൂണിയൻ സംഘടിപ്പിക്കുന്ന ആത്മാഭിമാന സംഗമം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KC സുധ അധ്യക്ഷത വഹിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, KSKTU ഏരിയ സെക്രട്ടറി KS ഷനിത്, BA ഷാജുദ്ദീൻ, സുരേഷ് മഠത്തിൽ, ബീന ഷെല്ലി എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന രാമൻ കായൽ നവീകരണം എന്ന പദ്ധതിയുടെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂരിലെ പ്രൊഫസർ അജയൻ, അസിസ്റ്റന്റ് പ്രൊഫസർ സനു എന്നിവർ ചേർന്ന് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്തിന് കൈമാറി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. മണലൂർ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ രാമൻ കായൽ നവീകരണം എന്ന പദ്ധതിയിലൂടെ മണലൂർ പഞ്ചായത്തിലെ വാർഡ് 1, പാലാഴിയിലെ ജലസംരക്ഷണം, ടൂറിസം വികസനം, ജലഗതാഗത വികസനം എന്നിവയാണ് ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ കുട്ടികൾക്കായുള്ള പാർക്കുകൾ, കായലോരം പാത വികസനം, ഗാർഡനുകൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഉൾനാടൻ ടൂറിസത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിവുള്ള പദ്ധതിയാണ് രാമൻ കായൽ നവീകരണം. ഈ പദ്ധതിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് നടത്തിയിരിക്കുന്നത്. വാടനപ്പള്ളി തെക്കേ മഹല്ല് മുഹബത്തെ റസൂൽ മിലാദ് ക്യാമ്പയിൻ 2025ന്റെ ഭാഗമായി സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ സ്മാരക ഡയാലിസിസ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാടനപ്പള്ളി ദാറുൽമാൻ വിമൻസ് കോളേജിൽ നടന്ന ക്യാമ്പിൽ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട 200 പേർക്ക് വിവിധ പരിശോധനകൾ നടത്തി. മഹല്ല് ഖത്തീബ് PA ഉമർ ബാഖവി പഴയന്നൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് അറക്കൽ അധ്യക്ഷനായി. ക്യാമ്പ് കോർഡിനേറ്റർ സജാദ് പദ്ധതി വിശദീകരണം നടത്തി. തെക്കേ മഹല്ല് പ്രസിഡന്റ് നൂറുദ്ദീൻ യമാനി, മഹല്ല് ട്രഷറർ ഉമർ ഖാജി, മുദരീസ് അബ്ദുള്ള ഫൈസി, സ്വാഗത സംഘം വർക്കിംഗ് കൺവീനർ ഫൈസൽ കിഴക്കേതിൽ, കോർഡിനേറ്റർ AA ജാഫർ, ട്രഷറർ PS മുഹമ്മദ് അലി, വാടനപ്പള്ളി റേഞ്ച് സെക്രട്ടറി മുഹമ്മദ് ഷാഫി ഫൈസി, ദാറുൽമാൻ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ അബ്ദുസമദ് ഫൈസി, P മുഹമ്മദ് മുസ്തഫ മുസ്ലിയാർ, മുഹമ്മദ് നസീം ഫൈസി, അബ്ദുൽ ജലീൽ അഷ്റഫി എന്നിവർ സംസാരിച്ചു. സാന്ത്വനവും ആശാകേന്ദ്രവുമാണ് ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ കൊണ്ടോട്ടി. അവരുമായി സഹകരിച്ചാണ് വാടാനപ്പള്ളി തെക്കേ മഹല്ല് കമ്മിറ്റി മീലാദിനോടനുബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഇങ്ങനൊരു കിഡ്നി രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ റബീഉൽ കടന്നു വരുമ്പോൾ മൗലിദും ഒരു ഘോഷയാത്രയും കഴിഞ്ഞാൽ അതിനപ്പുറം പിന്നെ ഒരു അന്നദാനവും കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ മഹല്ല് കമ്മിറ്റി വളരെ മാതൃകാപരമായി ഇൻഷാ അല്ലാഹ് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ കാലോചിതമായ കാലത്തിനാവശ്യമായ വലിയൊരു പദ്ധതിയുമായാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. വളരെ ഉപകാരമാവണം എന്നും എല്ലാ ജനങ്ങൾക്കും ഇതിന്റെ സന്ദേശം എത്തണമെന്നുമാണ് ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. കർഷക തൊഴിലാളി യൂണിയൻ വാടനപ്പള്ളി വില്ലേജ് സമ്മേളനം നടത്തി. വാടനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗം KSKTU ഏരിയ സെക്രട്ടറി ഷനിത്ത് ഉദ്ഘാടനം ചെയ്തു.
KSKTU വില്ലേജ് പ്രസിഡന്റ് AR വാസു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KC സുധ, KA വിശ്വംഭരൻ, സന്തോഷ് കേരാച്ചൻ, സുരേഷ് മഠത്തിൽ, BA ഷാജുദ്ദീൻ, KK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തളിക്കുളം GVHS സ്കൂളിൽ നടന്ന KPSTA വലപ്പാട് ഉപജില്ല സ്വദേശ് മെഗാ ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും അനുമോദനവും നടത്തി. വലപ്പാട് ഉപജില്ലയിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായിരുന്നു മത്സരം. സമാപന സമ്മേളനവും ഉപഹാര വിതരണവും ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് KS ദീപൻ നിർവഹിച്ചു. KPSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റൈജു പോൾ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം PB ശ്രീജ മൗസ്മി, വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ ഷംസുദ്ദീൻ, ഉപജില്ലാ പ്രസിഡന്റ് സംഗീത, സെക്രട്ടറി ഷാബോൺ J താടിക്കാരൻ, ട്രഷറർ ടോണി, അജിത് പ്രേം, റീഗൻ തോമസ്, ബിനി എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മികവ് 2025 അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, LSS, USS, NMMS വിജയിച്ച കുട്ടികൾ, മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങൾ, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ, വായനോത്സവ വിജയികൾ എന്നിവരെയാണ് അനുമോദിച്ചത്. ഇയർ ബാലൻസ് ചികിത്സയിൽ വിദഗ്ധനായ ഡോക്ടർ രവിയെയും ചടങ്ങിൽ ആദരിച്ചു. കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ ET ഡൈസൺ MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതിപ്രകാശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, സെക്രട്ടറി KV സനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PR നിഖിൽ, PA ഷമീർ, PH ബാബു, സജീഷ് സത്യൻ, KS അനിൽകുമാർ, ഖേന രമേശ്, ഷിനി സതീഷ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ഒരു മേൽക്കൈ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് കിട്ടിയാൽ അപ്പം നമ്മുടെ നാട്ടിൽ കിടക്കുന്നല്ലേ നാടിൻ്റെ അഭിമാനം, നാടിൻ്റെ സമ്പത്ത്, നാടിൻ്റെ വെട്ടിക്കീം, അത് എന്തൊക്കെ പേര് പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉണ്ടാവും. വീട്ടുകാരറിഞ്ഞിരിക്കുമ്പോൾ തന്നെ ഫ്ലെക്സ് ബോർഡ് നമ്മുടെ കവലയിൽ വരും. അത്രമാത്രം സ്പീഡിൽ, ഏറ്റവും വേഗത്തിൽ, ഏറ്റവും മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി അതിനെ സമീപിക്കുന്ന ആളുകളല്ലാതെ സ്കൂളിൻ്റെ വക, അതുപോലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വക, PTA-യുടെയും MPTA-യുടെയും വക, പഞ്ചായത്തിൻ്റെ വക. ഞാൻ തൊട്ടു മുമ്പിൽ ഞാനും വരെ നടത്തില്ല. MLA എനിക്ക് 9 കൊല്ലവും അത് കൃത്യമായി ചെയ്തതാണ്. കൂരിക്കുഴി ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ 28ാം വാർഷികവും ഓഫീസ് ഉദ്ഘാടനവും നടത്തി. ET ഡൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. 28 വർഷമായി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പരമ്പര. പല സന്ദർഭങ്ങളിലും പരമ്പരയുടെ ആഘോഷ പരിപാടികളിലും ജീവകാരുണ്യ പരിപാടികളിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. കോവിഡ് കാലത്തും അതുപോലെ പ്രളയകാലത്തും ഈ പ്രദേശത്തുകാർക്കും മറ്റുള്ള പ്രദേശത്തുകാർക്കുമൊക്കെ ഒരു അത്താണിയായി നിന്ന പ്രസ്ഥാനമാണ് പരമ്പര. ഞാൻ ഓർക്കുന്നു, അന്ന് ക്ലബിൻ്റെ ഭാരവാഹികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപയാണെന്ന് തന്നതെന്നാണ്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഈ പ്രദേശത്തുകാർക്ക് ഓർമ്മിക്കാനുണ്ടാകും. ഞങ്ങളെപ്പോലെ പൊതുവേദിയിലിരിക്കുന്ന ആളുകളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജനതയെ ആകെ ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിലിരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ആഘോഷം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ PMS ആബിദീൻ, മിനി അരയങ്ങാട്ടിൽ, ക്ലബ്ബ് പ്രസിഡന്റ് PB നിസാം, സെക്രട്ടറി PH ഷമീർ, ട്രഷറർ TA സമദ്, രക്ഷാധികാരി സലീം പുത്തൻകുളം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഘോഷയാത്ര, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സ് അവതരിപ്പിച്ച ഗാനമേള എന്നിവ ഉണ്ടായിരുന്നു. അഗ്നിയാലടരാടി അംഗം ജയിച്ചൊരാ അങ്കനനി മാ മധുരാപുരം കോപമാമഗ്നിയാൽ കേവലം ധൂളിയായി മാറ്റവൾ നീ.
മതിലകം CK വളവ് പൗരാവലി ഓണാഘോഷവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സംസ ബി സലീം, പൗരാവലി പ്രസിഡന്റ് നാസർ സാസ്, ഹംസ വൈപ്പിപ്പാടത്ത്, ബീരാവുണ്ണി ഹാജി, MK മുജീബ് റഹ്മാൻ, പൗരാവലി സെക്രട്ടറി നിസാർ കരീം, ട്രഷറർ ജുലാഷ് ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. പിന്നെ നമുക്കൊരു സമ്പൽ സമൃദ്ധമായിട്ടുള്ള അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ പണമൊക്കെ നന്നായിട്ട് എല്ലാ അർത്ഥത്തിലും വന്നിട്ടുണ്ട്. നമ്മുടെ പലതരം സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കാനുള്ള ഒരു പരുവത്തിൽ സാധാരണക്കാരെ ഉൾപ്പെടെ നമുക്ക് എത്തിയിട്ടുണ്ട് പ്രാവശ്യം. പ്രിയമുള്ളവരെ, ഞാനിന്ന് ശരിക്കും പറഞ്ഞാൽ വരേണ്ട ആളല്ല, എത്തുന്ന പ്രതീക്ഷിച്ച ആളല്ല. വേറെ സ്ഥലത്ത് രാവിലെ 3 മണിക്കാണ് ഞാൻ എത്തിയത് ഇവിടെ. അപ്പോൾ വേറെ എനിക്കൊന്നും എന്തുകൊണ്ടാണ് ഈ മുജീബ് ഇങ്ങനെ പറഞ്ഞിരിക്കറിയാം, എപ്പോഴും വളരെ നിർബന്ധിച്ച് ആള് വരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിടാതെ പിന്തുടരുന്ന പോലെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ടാവുന്നതായാലും അപ്പോൾ അത് വരേണ്ടതുണ്ട് എന്ന് തോന്നിയോണ്ടാണ് ഞാൻ നിർബന്ധപൂർവ്വം ഇവിടെ എത്തിയത്. ഇവിടെയാണെങ്കിൽ പുതിയകാം പൗരാവലി എന്ന് പറയുന്നത്, ഈ വളവിലുള്ള ഈ സംഘടന എന്ന് പറയുന്നത് നമുക്ക് അഭിമാനം തരുന്ന സംഘടനയാണ്. മറ്റു വാർത്തകൾക്ക് മുമ്പായി ഇടവേള. മെഗാ ഓണം ഓഫർ. ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും, 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തകൾ തുടരുന്നു. മണലൂർ ഉറുമ്പിൻ ദേവർ ശിവക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന നടപ്പുരയുടെ കല്ലിടൽ ചടങ്ങ് തന്ത്രി കല്ലേലി ദാമോദരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. അന്തിക്കാട് ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി OS ശരത്, പ്രസിഡന്റ് CS മധുസൂദനൻ, മോഹനൻ കോലാട്ട്, KS ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് എടത്തിരുത്തി സ്റ്റേറ്റ് സീഡ് ഫാമിൽ വിപണന കേന്ദ്രം ആരംഭിച്ചു. ഫാമിൽ ഉൽപ്പാദിപ്പിച്ച തൈകൾ, വിത്തുകൾ, ഇളനീർ, ഫിഷ്, അമിനോ ആസിഡ്, ഉമിക്കരി, വാഴക്കുല, തെങ്ങിൻ തൈകൾ, വാഴക്കന്നുകൾ, ചെണ്ടുമല്ലി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാം ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ചേർന്ന വിപണന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ കൃഷി ഓഫീസർ S മിനി അധ്യക്ഷയായി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അനില മാത്യു മുഖ്യാതിഥിയായി സംബന്ധിച്ചു. കൃഷി അസിസ്റ്റന്റ് B പ്രതീഷ്, തൊഴിലാളി യൂണിയൻ നേതാവ് ജോസഫ് പെരുമ്പള്ളി, ക്ലർക്ക് നൂർജഹാൻ എന്നിവർ സംസാരിച്ചു. ഒരു പുതിയ ഉണർവ് നൽകിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് മിനിയും നമ്മുടെ പ്രതീക്ഷയൊക്കെ. അപ്പോൾ നല്ലൊരു ഓഫീസേഴ്സ് യഥാർത്ഥ രീതിയിൽ ഓഫീസിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഗുണമേന്മ ഫാമിനുണ്ടാവും. തൃശ്ശൂരിൽ തന്നെ ഇപ്പോൾ നല്ല നിലയ്ക്ക് പാണഞ്ചേരിയായിരുന്നു നല്ല ഫാമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഒരുപാട് പൈസ ജില്ലാ പഞ്ചായത്തിലേക്ക് കൊടുക്കുന്നത് പാണഞ്ചേരിയിൽ നിന്നാണ്. പക്ഷെ അതിനേക്കാൾ നല്ല രീതിയിലേക്ക് ഈ എടത്തിരുത്തി ഫാമിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച പ്രതീക്ഷനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം കുറച്ച് ദിവസങ്ങൾ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. പൈനൂർ മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സിൽ നടന്ന നീന്തൽ, ഷട്ടിൽ മത്സരങ്ങളോടെയാണ് കേരളോത്സവം ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, PA ഷമീർ, പഞ്ചായത്ത് സെക്രട്ടറി KB സനീഷ്, കോർഡിനേറ്റർ ES സിനീഷ്, മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സ് ഹെഡ് BR വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് വിളംബര ഘോഷയാത്രയും ഉണ്ടായിരുന്നു. 15 വയസ്സിന് മുകളിൽ 40 വയസ്സിന് താഴെ ആയിട്ടുള്ള യുവജനങ്ങളെ അവരിൽ ഒരുപാട് കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടാവുന്ന അവസരങ്ങൾ വളരെ കുറവായി. പലർക്കും കിട്ടും, പലർക്കും കിട്ടാതിരിക്കും. എന്നാൽ സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള നമ്മുടെ യുവാക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വർഷം തുടങ്ങി വെച്ചു. പെരിഞ്ഞത്ത് നിന്ന് 2 കാറുകൾ മോഷ്ടിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ട ഡുഡു ഇജാസും കൂട്ടാളിയും പിടിയിലായി. പെരിഞ്ഞത്ത് പറമ്പിൽ നിർത്തിയിട്ടിരുന്ന 2 കാറുകൾ മോഷ്ടിച്ച കേസിലാണ് കയ്പമംഗലം ആശാരിക്കയറ്റം സ്വദേശി ഡുഡു എന്ന് വിളിക്കുന്ന ഇജാസ്, മതിലകം കൂളിമുട്ടം എമ്മാട് സ്വദേശി ഹാരിസ് എന്നിവരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ സ്റ്റേഷനുകളിലായി 21 ക്രിമിനൽ കേസുകളെ പ്രതിയാണ് ഇജാസ്. കാപ്പ ചുമത്തി ജയിലിലായിരുന്നു ഇയാൾ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ R ബിജു, സബ് ഇൻസ്പെക്ടർമാരായ അഭിനാഷ്, ജെയ്സൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, മുഹമ്മദ് ഫാറൂഖ്, ജ്യോതിഷ്, സിനോജ്, ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മണലൂർ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡിൽ മെച്ചൂർ റോഡിന്റെ ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റും 13ാം വാർഡ് മെമ്പറുമായ ബീന സേവിയർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൺവീനർ ജോസഫ് പള്ളിക്കുന്നത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മരിയ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെൽജി ഷാജു, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കവിത രാമചന്ദ്രൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ലക്ഷ്മി പ്രിയ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി കുറുപ്പത്ത് എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി ചിലങ്ക ബീച്ച് ചിഞ്ചുവളവിന് സമീപമുള്ള പറമ്പ് പുല്ല് വൃത്തിയാക്കുന്നതിനിടെ കൂറ്റൻ അണലിയെ പിടികൂടി. തെക്കേപ്പുരയ്ക്കൽ ബാലകൃഷ്ണന്റെ വീടിന് സമീപത്താണ്
തൊഴിലാളികൾ പുല്ല് വെട്ടുന്നതിനിടെ പാമ്പിനെ കണ്ടെത്തിയത്. കടിയേൽക്കാതെ തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. അപ്പോൾ തന്നെ സ്ഥല ഉടമ ആനിമൽ സ്ക്വാഡ് പ്രവർത്തകരെ വിവരമറിയിച്ചു. ഉടൻ ആനിമൽ സ്ക്വാഡ് പ്രവർത്തകർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. റെസ്ക്യൂ പ്രവർത്തകരായ രഞ്ജിൻ, സത്യൻ എന്നിവർ ചേർന്നാണ് അണലിയെ പിടിച്ചത്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം ഒരിക്കൽ കൂടി. പുള്ള് മനക്കൊടി പാടത്ത് മധ്യവയസ്കനെ വെള്ളത്തിൽ വീണ മരിച്ച നിലയിൽ കണ്ടെത്തി. മണലൂർ രാമൻ കായൽ നവീകരണത്തിന്റെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് പഞ്ചായത്തിന് കൈമാറി. പെരിഞ്ഞനത്ത് കാർ മോഷ്ടിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ട ഡുഡു ഇജാസ് പിടിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.